നമസ്കാരം. നമ്മുടെ നാടിന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മലപ്പുറം ജില്ലയുടെ റവന്യൂ കലോത്സവത്തിൽ അവതരിപ്പിച്ച ഒരു നാടകം. വീരനാട്യം എന്നാണ് അതിൻ്റെ പേര്. അഹമ്മദ് ഗുരുക്കൾ മെമ്മോറിയൽ സ്കൂൾ കോട്ടൂരാണ് ഇത് അവതരിപ്പിച്ചത്. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച അധ്യാപകൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആളാണ്. ഇവിടെ ജാതിയും മതവും എന്നല്ല പറയുന്നത്, മറിച്ച് ഷൗക്കത്ത് എന്ന് പറയുന്ന അധ്യാപകൻ ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഈ നാടകത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചവർക്ക് എന്താണ് ഇതിഹാസം പുരാണം എന്ന് മനസ്സിലായിട്ടില്ല. അങ്ങേയറ്റം അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുകയാണ് ഊർമിളയെയും ഗാന്ധാരിയെയും ശൂർപ്പണകയിലൂടെ ഹിന്ദുവിനെ. അവിടെയാണ് ചില തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട ഷൗക്കത്ത് മാഷ് മനസ്സിലാക്കണം, മാലിക്കുദ്ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഇവിടെ വരുമ്പോൾ ഇവിടെ കഷായത്തിനെടുക്കാൻ ഒരു ഇസ്ലാം ഉണ്ടായിരുന്നില്ല. ഇവിടെ പള്ളി പണിതു കൊടുത്ത് ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ, മതമുള്ളവനെ ഇല്ലാത്തവനെ എല്ലാം സ്വീകരിച്ചൊരു മണ്ണാണിത്. ആ മണ്ണിൽ പിറന്നതാണ് രാമായണവും മഹാഭാരതവും വേദവും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം. നിങ്ങൾക്കെല്ലാം ഓരോ കിതാബ് മാത്രമേ ഉള്ളൂ, മറിച്ച് ഞങ്ങൾക്ക് അങ്ങനെയല്ല. 4 വേദം, 5 ഉപവേദം, 6 വേദാംഗം, 18 പുരാണം, 108 ഉപനിഷത്ത്, 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം. അതിൽ പ്രധാനമാണ് 2 ഇതിഹാസം. ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ സംഭവിച്ചത് എന്നാണ്. രാമായണവും മഹാഭാരതവും 1,25,000 ശ്ലോകങ്ങൾ, 18 പർവങ്ങൾ, ഇതാണ് മഹാഭാരതം. 7 കാണ്ഡങ്ങൾ, 24,000 ശ്ലോകങ്ങൾ, ഇതാണ് രാമായണം. താങ്കൾ രാമായണത്തിന്റെ പുറംചട്ട പോലും കണ്ടിട്ടില്ല, താങ്കൾ മഹാഭാരതം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഈ നാടകം കണ്ടപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ കടുത്ത രാഷ്ട്ര ഹിന്ദു വിരുദ്ധത താങ്കൾ കാണാൻ കഴിയും.
താങ്കളുടെ നാടകത്തിൽ അഭിനയിച്ചതെല്ലാം ഹിന്ദു കുട്ടികളാവാനാണ് സാധ്യത. കൈയടിച്ചു കൊടുത്തതും ഹിന്ദുക്കളായിരുന്നു. ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഒരു ശാപമാണിത്. അച്ഛൻ അപ്പൂപ്പന്മാരെ തെറിവിളിക്കുമ്പോൾ കൈയടിച്ചു കൊടുക്കുവാൻ കഴിയുന്ന, പച്ച തെറിവിളിക്കുന്ന നാടകങ്ങൾ പറയുവാനൊക്കെ ഞങ്ങളുടെ ഹിന്ദു കുട്ടികൾക്ക് മടിയില്ല. കാരണം ഇവിടെയെല്ലാം തലച്ചോറിൽ കമ്മ്യൂണിസവും മതേതരത്വമൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. താങ്കൾ പറയുന്നു പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്ത്രീകളെ അടിമകളായി കണ്ടു എന്ന്. ആരാണ് പറയുന്നത്? ഷൗക്കത്താണ് പറയുന്നത്. പുറത്തിറങ്ങുവാൻ വേണ്ടി കറുത്ത പർദ്ദ ധരിച്ച് കണ്ണുമൂടിക്കെട്ടി പുറത്തേക്കിറങ്ങുന്ന സ്ത്രീകളുടെ നാട്ടിൽ നിന്നാണ് താങ്കൾ ഈ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, പുരുഷനും സ്ത്രീയും പങ്കെടുക്കുന്ന വേദിയിൽ മറകെട്ടി സ്ത്രീയെ വേർതിരിക്കുന്നവരുടെ നാട്ടിൽ നിന്നാണ് താങ്കൾ സംസാരിക്കുന്നത് പറയുമ്പോൾ, 5000 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ് നിങ്ങൾക്ക് ഹിന്ദുവിന്റെ പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെ ചരിത്രമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഊർമിളയിലേക്ക് വരാം. ഊർമിള രാമായണത്തിൽ ലക്ഷ്മണന്റെ ഭാര്യയാണ്. രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണൻ വരികയാണ്. രാമൻ പറയുന്നു, ലക്ഷ്മണ, നിന്നോട് കാട്ടിൽ പോകുവാൻ കൈകേയി മാതാവ് പറഞ്ഞിട്ടില്ല. നിന്റെ ഭാര്യ ഊർമിളയെ ഇവിടെ ആക്കിയിട്ട് നീ എൻ്റെ കൂടെ വരേണ്ടതുമില്ല. ഈ സമയത്ത് ലക്ഷ്മണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വന്യമൃഗങ്ങളും ഘോരമൃഗങ്ങളുമുള്ള കാട്ടിൽ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി അമ്മയ്ക്കും കാവൽ കിടക്കുവാൻ മറ്റാരുണ്ട്? എൻ്റെ ഊർമിളയ്ക്ക് ഇവിടെ അനേകം പരിചാരകരുണ്ട്, കൊട്ടാരമുണ്ട്, 3 അമ്മമാരുണ്ട്. പക്ഷെ ജ്യേഷ്ഠനൊപ്പം ആരുണ്ട്? ഇതാണ് സഹ ഉദരങ്ങൾ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളെയാണ് സഹോദരങ്ങൾ എന്ന് പറയുക. പക്ഷെ ഇവിടെ ഒരു അച്ഛന് 3 അമ്മമാരിലുണ്ടായ മക്കളാണ് രാമ, ലക്ഷ്മണ, ഭരത ശത്രുഘ്നന്മാർ എന്ന് ഷൗക്കത്ത് മാഷ് പഠിക്കുക. അർഹമല്ലാത്ത സാമ്രാജ്യം കൈവെള്ളയിൽ വന്നിട്ടും ഭരതൻ ഒരു ദിവസം പോലും ആ സിംഹാസനത്തിൽ ഇരുന്നില്ല. രാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് 14 കൊല്ലം രാജ്യം ഭരിച്ചപ്പോൾ, നന്ദിഗ്രാമിൽ പുൽപ്പായിൽ കിടന്നുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ചപ്പോൾ ആ ഭരതനെ പരിചരിച്ചുകൊണ്ട് കൂടെ ശത്രുഘ്നനുണ്ടായിരുന്നു. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഹൃദയം പൊട്ടി മരിച്ചുപോയ ദശരഥ മഹാരാജാവിന്റെ കഥ കൂടിയാണ് രാമായണമെന്ന് ഷൗക്കത്ത് മാഷ് മനസ്സിലാക്കുക. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി പ്രിയപുത്രന്റെ 14 കൊല്ലം കാട്ടിൽ പറഞ്ഞയപ്പോൾ കൂടെ സഹധർമ്മിണിയും അനുജനും പോയിട്ടുണ്ട്. ഊർമിളയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരുന്നു. രാമായണത്തിലെ ഓരോരുത്തരും മഹാത്യാഗങ്ങൾ അനുഷ്ഠിച്ചവരായിരുന്നു. രാമനൊപ്പം സീത കാട്ടിൽ പോകുമ്പോൾ കാട്ടാറിലെ വെള്ളം കുടിച്ചും കായ്കനികൾ ഭക്ഷിച്ചും ഗുഹയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയും വൈദേഹത്തിലെ രാജകുമാരി 14 കൊല്ലമാണ് അവിടെ ചിലവഴിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, ജ്യേഷ്ഠനെ പരിചരിക്കേണ്ടത്, ജ്യേഷ്ഠനൊപ്പം ഒരാളെങ്കിലും ഈ കൊട്ടാരത്തിൽ നിന്ന് കൂടെ പോകേണ്ടത്, ഞങ്ങൾ 3 അനുജന്മാരിൽ ഒരാളായ ഞാൻ ലക്ഷ്മണൻ പോകണമെന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അത് താങ്കൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വരില്ല. ഇവിടെ എല്ലാവരും, ആ 4 സഹോദരങ്ങളും മഹത്തായ ത്യാഗം അനുഷ്ഠിച്ചിട്ടുണ്ട്. ത്യാഗം എന്ന വാക്കിന്റെ അർത്ഥം താങ്കൾക്ക് അറിയാമെങ്കിൽ മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഗാന്ധാരിയാണ്. മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രരുടെ ഭാര്യയാണ്. കണ്ണു കാണാത്ത ധൃതരാഷ്ട്രക്ക് വിവാഹമാലോചന വന്നപ്പോൾ ഗാന്ധാരദേശത്തിലെ രാജകുമാരി, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, അവിടുത്തെ രാജകുമാരി ഗാന്ധാരി ഈ വിവരം അറിയുന്നു. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ കരുത്തനാണ്, വിശ്വപ്രസിദ്ധമായ ഹസ്തിനപുരിയിലെ രാജാവാണ്, പക്ഷെ കണ്ണു കാണില്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനില്ലാത്ത കാഴ്ച എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുണി കൊണ്ട് കണ്ണു മൂടിക്കെട്ടുന്ന ഗാന്ധാരി ആരും നിർബന്ധിച്ചിട്ടില്ല. ഒരു കാര്യം ഷൗക്കത്ത് മാഷ് ഓർമ്മിക്കുക, ഹിന്ദുവിൽ സ്വയംവരം ഉണ്ടായിരുന്നു. രാമൻ സീതയെ കല്യാണം കഴിച്ചത് സ്വയംവരമായിരുന്നു. പാഞ്ചാലി പാണ്ഡവരെ കല്യാണം കഴിച്ചത് സ്വയംവരമായിരുന്നു. ഇഷ്ടമുള്ള പുരുഷനെ തെരഞ്ഞെടുക്കുവാൻ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സ്വയംവര മണ്ഡപങ്ങൾ ഒരുക്കിയിരുന്നു ഭാരതം എന്ന കാര്യം മറന്നു പോകരുത്. അവിടെയാണ് ഗാന്ധാരി സ്വയം ത്യജിക്കുകയാണ് കാഴ്ച വേണ്ട എന്ന്. മഹാഭാരതത്തിൽ വേദവ്യാസൻ തന്നെ പറയുന്നുണ്ട്, ജന്മം കൊണ്ട് കണ്ണു കാണാത്ത അച്ഛനും കാഴ്ചയെ നിഷേധിച്ച അമ്മയ്ക്കും ചേർന്ന് 100 ആൺമക്കൾ ജനിച്ചിട്ടും ഒരാളെപ്പോലും ജീവനോടുകൂടി കിട്ടിയില്ല. അന്ത്യേഷ്ടി കർമ്മം നടത്തുവാൻ ഒരു മകനെ പോലും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ മക്കളെ എങ്ങനെ വളർത്താൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന കഥാപാത്രമാണ് ഗാന്ധാരിയും ധൃതരാഷ്ട്രനും എന്നറിയണം. മൂത്തപുത്രനായ ദുര്യോധനന്റെ എല്ലാ അത്യാഗ്രഹങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് 99 അനുജന്മാരുടെ മരണവും സംഭവിച്ചു. ഇത് ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാം. വളരെ ചെറിയ ശതമാനം വരുന്ന തീവ്രവാദികൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മുഴുവൻ ഇസ്ലാമും അതിൽ പ്രതി ചേർക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണാം. 100 ലിറ്റർ പാൽപ്പായസത്തിലേക്ക് 10 ml മണ്ണെണ്ണ വീണാൽ ആ പായസം ഉപയോഗശൂന്യമാകുന്നത് പോലെയാണ് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ആ കുടുംബത്തെ മൊത്തം നശിപ്പിക്കുന്നു. കാണേണ്ടത് കാണേണ്ട സമയത്ത് കണ്ടില്ല അച്ഛനും അമ്മയും എന്നതുകൊണ്ട് അങ്ങനെ വളർന്നു. ഗാന്ധാരി എന്ന് പറഞ്ഞാൽ സ്വയം ആർജിച്ചതാണ്, സ്വയം സ്വീകരിച്ചതാണ് ആന്ധ എന്നറിയണം. അതൊരിക്കലും അടിമത്തമല്ല. എവിടെയും അടിമത്തം മഹാഭാരതത്തിൽ നിങ്ങൾ കാണുവാൻ കഴിയില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷന് 4 കെട്ടാം, എന്നാൽ ഒരു സ്ത്രീ 5 കെട്ടിയ ചരിത്രം കൂടിയാണ് പാഞ്ചാലിയുടെ ചരിത്രം. ആണിന് മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ.
ഒരു സ്ത്രീക്ക് അനേകം പുരുഷന്മാരെ ഒരു ദിവസം അനുഭവിപ്പിക്കാൻ കഴിയും. എന്നാൽ ഒരു സ്ത്രീയെ സംതൃപ്തനാക്കുവാൻ ചിലപ്പോൾ 10 പുരുഷന്മാർക്ക് കഴിയണമെന്നില്ല. അവിടെയാണ് 5 പുരുഷന്മാരെ കല്യാണം കഴിച്ച ദ്രൗപദിയുടെ ചരിത്രം കൂടിയാണ് മഹാഭാരതം. അത് പറയാൻ താങ്കൾ വിട്ടുപോയി എന്നത്. ഇനി ശൂർപ്പണഖ, അത് രാമായണത്തിലെ കഥാപാത്രമാണ്. രാവണന്റെ സഹോദരിയാണ്. കാട്ടിൽ വെച്ച് രാമനെ കണ്ട് മോഹിച്ചു പോയി. രാമനോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. രാമൻ നിഷേധിക്കുന്നു. രാമൻ പറയുന്നു, ഇതെന്റെ സഹധർമ്മിണിയാണ്, സീതയാണ്. ഞാൻ ഏകപത്നി വ്രതനാണ്, ഏകബാണം, ഏകവാണി, ഏകപത്നി. ഇതാണ് രാമൻ. അതിനുശേഷം ലക്ഷ്മണനോട് ചോദിക്കുന്നു, വിവാഹാഭ്യർത്ഥന പറയുന്നു. ലക്ഷ്മണൻ നിരസിക്കുന്നു. എന്റെ ഭാര്യ ഊർമിള കൊട്ടാരത്തിലാണ്, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല കാട്ടിൽ വന്നത് എന്ന് പറയുന്നു. മാറി മാറി പ്രണയാഭ്യർത്ഥന നടന്ന ഒരു സ്ത്രീ, അത് സ്വാഭാവികമാണ്, നിഷേധിച്ചാൽ തിരികെ പോകേണ്ടതാണ്. എന്നാൽ ഒടുവിൽ കോപാകുലയായ ശൂർപ്പണഖ എന്ന ആ ദുഷ്ടസ്ത്രീ, ഇവൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നീ എന്നെ കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് സീതയെ കൊല്ലുവാൻ വേണ്ടി പാഞ്ഞെടുക്കുമ്പോൾ ലക്ഷ്മണ എന്ന് വിളിക്കുകയാണ്. ലക്ഷ്മണൻ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്കും കാതും ചെത്തുന്നു. സ്തനം ചെത്തിയിട്ടില്ല. സ്തനം മാതൃത്വത്തിന്റെ പ്രതീകമാണ് എന്നറിയണം. ഷൗക്കത്ത് മാഷും അനുജനും ഷൗക്കത്ത് മാഷിന്റെ ഭാര്യയും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് നിങ്ങളെ ഭാര്യയെ കൊല്ലുവാൻ വേണ്ടി ഒരു ദുഷ്ട സ്ത്രീ പാഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ കയ്യും കെട്ടി നിന്നു കൊടുക്കുമോ? ഭാര്യയെ ആ സ്ത്രീ കൊന്നുകൊള്ളട്ടെ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു പുരുഷനാണോ? ഞങ്ങളുടെ രാമൻ പുരുഷനാണ്, നട്ടലുള്ള പുരുഷനാണ്. അതുകൊണ്ട് തന്റെ ഭാര്യയെ കൊല്ലാൻ വന്നവരെ രാമന്റെ അനുജനും കൂടി കൈകാര്യം ചെയ്തു, കൊന്നിട്ടില്ല. അവൾക്ക് ചെറിയൊരു അടയാളം കൊടുത്തു. മൂക്കിന്റെ അഗ്രഭാഗവും കാതിന്റെ ചെറിയൊരു ഭാഗവും ചെത്തിക്കളഞ്ഞു. അങ്ങനെയാണ് രാവണന്റെ അരികിലെത്തുന്നതും സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന കഥകളിലേക്ക് വരുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കണം. രാമായണം മഹാഭാരതം പടച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ ഇത് ഒരു കെട്ട കാവ്യമാണ് എന്ന് പറയുവാൻ താങ്കൾ യാതൊരു ലജ്ജയുമില്ലാതെ പറയുകയാണ് താങ്കൾ. പക്ഷെ താങ്കളുടെ മതം പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും കടക്കില്ല. കാരണം താങ്കളും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം നബിയുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ഹിന്ദു ചിത്രകാരൻ നബിയുടെ ഫോട്ടോ വരച്ചത് ഷൗക്കത്ത് മാഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട്? ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനെ പേടിച്ചിട്ടാണോ വരക്കാത്തതല്ല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം. ഞങ്ങളുടെ ആചാര്യന്മാർ ഞങ്ങളെ പഠിപ്പിച്ച പാടാ. ഒരു ഹിന്ദു ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അത് അനേക കോടി മുസ്ലിങ്ങൾക്ക് വേദന നൽകുന്നതാണെങ്കിൽ ആ ചിത്രം ഒരിക്കലും വരയ്ക്കരുത്. പക്ഷെ നിങ്ങൾക്ക് പശുവിനെ കൊമ്പേ മതിയാവുള്ളൂ എന്ന് വാശി നിങ്ങൾക്കുണ്ട്. ഹിന്ദുക്കൾ പശുവിനെ ഗോപാലൻ എന്ന് പറയുന്നു. ഞങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഗോക്കളെ പരിപാലിച്ച ഭഗവാനെ ആരാധിക്കുന്ന നാട്ടിൽ ഗോവിനെ അമ്മയായി കണ്ടുകരുതി ആരാധിക്കുമ്പോൾ അതിനെ കൊല്ലണമെന്ന് വാശി പിടിക്കുന്ന ഒരു ജില്ലയിൽ നിന്നാണ് താങ്കളും എന്നത് ഞങ്ങളെ സങ്കടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നറിയണം. രാമായണവും മഹാഭാരതവും പടച്ചുണ്ടാക്കിയതല്ല. താങ്കൾക്ക് അതിലേക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. അതുകൊണ്ട് താങ്കളെ ഞങ്ങൾ സ്നേഹപൂർവ്വം സംവാദത്തിന് വിളിക്കുകയാണ്. രാമായണവും മഹാഭാരതവും കെട്ട ഗ്രന്ഥങ്ങളാണോ? നമുക്ക് ചിന്തിക്കാം. രാമായണവും മഹാഭാരതവും സ്ത്രീ വിരുദ്ധതയാണോ? താങ്കൾ വരൂ, താങ്കൾക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം താങ്കൾ തെറ്റിക്കില്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് പറഞ്ഞത് 100 കൊല്ലം മുമ്പുള്ള ജാതീയതയാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഹിന്ദുവിലുണ്ടായിരുന്നു. ഇസ്ലാമിൽ അത് ഇന്നുമുണ്ട്. ഷിയ മുസ്ലിമിന്റെ പള്ളിയിൽ ഷൗക്കത്ത് സാർ പോവില്ല, കൊലപാതകം നടക്കും. നിങ്ങൾ ജമാഅത്തുകാരനാണെങ്കിൽ നിങ്ങൾ മുജാഹിദുകാരന്റെ പള്ളിയിൽ പോവോ? ഇല്ല. നിങ്ങൾ മുജാഹിദുകാരും ജമാഅത്തുകാരും സുന്നിയുടെ പള്ളിയിൽ പോവോ? ഇല്ല. AP സുന്നിയുടെ പള്ളിയിൽ EK സുന്നി പോവോ? ഇല്ല. ഒരു വർഷം 20,000 മുസ്ലിങ്ങളാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നത്. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇനി ഇസ്ലാമിൽ കാണാം. ക്രിസ്ത്യാനികൾ തമ്മിലടിച്ചിട്ട് 100ഓളം പള്ളികൾ ഈ കേരളത്തിൽ പൂട്ടിക്കിടക്കുന്നുണ്ട്. എന്നാൽ പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ഒരു ശബരിമല, ഒരു ഗുരുവായൂർ, ഒരു വൈക്കം, ഒരു കാടാമ്പുഴ, 33 കോടി ദൈവങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ദൈവത്തിന്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ സംഘർഷങ്ങളില്ല. ഞങ്ങൾക്ക് അനേകായിരം ഗ്രന്ഥങ്ങളുണ്ട്. ഒരു ഗ്രന്ഥത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് സംഘർഷങ്ങളില്ല എന്നറിയണം. അമേരിക്കയിലും അറേബ്യയിലും അടിമ കച്ചവടമുള്ള കാലത്ത് കേരളത്തിൽ ജാതീയത ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. ഞങ്ങളായിട്ട് ഞങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതിൽ പങ്കില്ല. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, TK മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപു, എണ്ണിയാൽ ഒടുങ്ങാത്ത ആചാര്യന്മാരും നവോത്ഥാന നായകരും ചേർന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളായി പരിഹരിച്ചിട്ടുണ്ട്. ഇന്ന് പുലയനും പറയനും അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ ആലുവയിൽ തന്ത്രവിദ്യാപീഠം ഉണ്ടാക്കിയിട്ടുണ്ട് RSSന്റെ പ്രചാരകനായ സ്വർഗീയ മാധവജി. പുലയനും പറയനും അമ്പലത്തിലെ ശാന്തിക്കാരനായി കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഷൗക്കത്ത് മാഷെ 100 കൊല്ലം മുമ്പുള്ള ജാതീയത താങ്കൾ പറയുന്നത്? അമേരിക്കയിൽ അടിമ കച്ചവടം നിരോധിച്ചത് എബ്രഹാം ലിങ്കനായിരുന്നു. യസീദി പെൺകുട്ടികളെ 10 കൊല്ലം മുമ്പ് ഒരു ISIS ഇസ്ലാമിക ഭീകരന്മാർ സിറിയൻ തെരുവോരങ്ങളിൽ ചങ്ങലക്കിട്ട് ബന്ധിച്ച് അടിമകളാക്കി വിറ്റ ചരിത്രം കൂടി താങ്കൾ അടുത്ത വർഷം നാടകമായിട്ട് എഴുതൂ. താങ്കൾ എഴുതൂ.
യസീദി പെൺകുട്ടികളെ ചങ്ങലക്കിട്ട് ലൈംഗിക അടിമകളാക്കി വിൽക്കുന്നതിന്റെ ചിത്രം കാണണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. 1000 കൊല്ലം മുമ്പോ 100 കൊല്ലം മുമ്പുള്ള ചരിത്രമല്ല, അത് 10 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ്. ഇങ്ങനെയുള്ള നഗ്ന യാഥാർത്ഥ്യങ്ങൾ കൺമുന്നിലിരിക്കെ 5000 കൊല്ലം പഴക്കമുള്ള, ആയിരക്കണക്കിന് കൊല്ലം വർഷങ്ങൾ പഴക്കമുള്ള ഇതിഹാസത്തിന്റെ പുറംചട്ട പോലും കാണാത്ത താങ്കൾ എന്തിനാണ് രാമായണത്തെ വികലമായിട്ട് ചിത്രീകരിക്കുന്നത്? എന്തിനാണ് മഹാഭാരതത്തെ വികലമായി ചിത്രീകരിക്കുന്നത്? ഒന്നും അറിയാത്ത, ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത ഞങ്ങളുടെ പെൺകുട്ടികളെ കൊണ്ട് എന്തിനാണ് ഈ കോമാളി വേഷം കെട്ടിക്കുന്നത്? എന്തിനാണ് അറിവില്ലാത്ത ഹിന്ദുക്കളെ കൊണ്ട് കൈയടിപ്പിക്കുന്നത്? അതുകൊണ്ട് താങ്കൾ അർജന്റായിട്ട് താങ്കളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആരോഗ്യകരമായ ആശയ സംവാദം, വെല്ലുവിളിയല്ല ഇത്, ഒരിക്കലും വെല്ലുവിളിയായിട്ട് താങ്കൾ അതിനെ ധരിക്കരുത്. താങ്കളോ താങ്കളുടെ പ്രസ്ഥാനത്തിലുള്ള ആളുകളോ താങ്കളുടെ മതത്തിന്റെ ഏത് പുരോഹിതനും വരട്ടെ, ഞങ്ങൾ തയ്യാറാണ്. ഹിന്ദു ഐക്യവേദി തയ്യാറാണ്, സനാതന ധർമ്മപാഠശാല തയ്യാറാണ്, താങ്കളുമായി സംവദിക്കുകയാണ്. ഇതിഹാസങ്ങൾ സ്ത്രീ വിരുദ്ധമാണ് എന്ന വിഷയത്തിൽ മലപ്പുറത്ത് താങ്കൾ എപ്പോഴാണോ താങ്കളുടെ സൗകര്യം അതിനനുസരിച്ച് സംവദിക്കുവാൻ ഞങ്ങൾ താങ്കളോട് തയ്യാറാണെന്നറിയണം. അല്ലാതെ മണ്ടത്തരങ്ങൾ എഴുതരുത്, തെറ്റുകൾ എഴുതരുത്. ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെയും അതിന്റെ ആചാരങ്ങളെയും അതിന്റെ ഗ്രന്ഥങ്ങളെയും താങ്കൾ പഠിക്കുവാനും മനസ്സിലാക്കുവാൻ തയ്യാറാകുമ്പോൾ മഹാഭാരതത്തിൽ അന്ധമായിട്ട് ആരെയും ആരാധിക്കാൻ പറയുന്നില്ല, രാമായണത്തിൽ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാനും ആരാധിക്കാനും പറയുന്നില്ല. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ്യ വിമർശതൈതശേഷേണ യഥേശ്ചസി തഥാ ഗുരു. ഭഗവത്ഗീതയാണ്, മഹാഭാരതത്തിന്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത. 18 അധ്യായം 700 ശ്ലോകം. അതിൽ 18ാമത്തെ അധ്യായത്തിൽ 63ാമത്തെ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. അല്ലയോ അർജുന, നീ ഇന്നിവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, എന്നിട്ട് കണ്ണടച്ച് വിഴുങ്ങാതെ, കണ്ണടച്ച് സ്വീകരിക്കാതെ വിമർശതൈതശേഷേണ, വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കൂ. യഥേശ്ചസി തഥാ ഗുരു, ശരിയെ സ്വീകരിക്കൂ. തെറ്റിനെ തള്ളിക്കളയൂ എന്ന് പറയുവാൻ ധൈര്യമുള്ള ഭഗവത്ഗീത പിറന്ന മഹാഭാരതത്തെയാണ് താങ്കൾ അവഹേളിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ അറിയണം. യോഗവാസിഷ്ടം വാൽമീകി മഹർഷി എഴുതിയതാണ്, അദ്ദേഹം തന്നെയാണ് എഴുതിയത് രാമായണവും. ആരായിരിക്കണം ഒരു ഹിന്ദു എന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറയുന്നുണ്ട്, യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാതവി അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മന എന്ന്. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം, യുക്തിരഹിതമായത് സാക്ഷാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പോലും പുല്ലുപോലെ വലിച്ചെറിയണം എന്ന് പറയുന്ന മഹത്തായ പ്രത്യശാസ്ത്രത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ ഹിന്ദുക്കൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച, നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്ന് അറിയാഞ്ഞിട്ടും നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ ആ ധർമ്മത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും താങ്കൾക്ക് അറിയില്ലെങ്കിൽ പഠിക്കുക, തുറന്ന് സംവാദം തയ്യാറാവുക. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.